അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് പറയുന്ന വീഡിയോ കടം കടം എന്ന് പറഞ്ഞൊരു സംഗതി ഭയങ്കര ഗുരുതരമായതാണ്. കടം ഒന്നതും മേടിക്കാണ്ടിരിക്കാൻ അള്ളാഹു പറയുന്നത്. അങ്ങനെ കടം മേടിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ആർക്കും വരുത്താണ്ടിരിക്കട്ടെ. കടം വാങ്ങാനായിട്ട് വരുമ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, സാക്ഷി നിർത്തുകയും വേണമെന്ന് പറയാനുള്ളൊരു കാരണമുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കടം ആർക്കാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കണ നേരത്ത് നമ്മൾ അത് എഴുതി വയ്ക്കുകയും സാക്ഷി നിർത്തുകയും വേണം. ആണാണെങ്കിൽ ഒരാൾ അങ്ങനെ സാക്ഷി നിർത്തണം. അത് പെണ്ണാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ 2 പെണ്ണുങ്ങൾ വേണമെന്ന്. അപ്പോൾ 2 പെണ്ണുങ്ങൾ വേണം. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു എത്രയോ മുമ്പ്, ഇത്രയും 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് ഖുർആനൊക്കെ കൊടുക്കുമ്പോൾ അതിലുള്ള വാക്കാണ് കടം കൊടുക്കുമ്പോൾ എഴുതി വെക്കണം, സാക്ഷി നിർത്തുകയും വേണമെന്നുള്ളത്. എന്നിട്ട് അത് അങ്ങനെ എഴുതി വെക്കാത്തത് കൊണ്ടും സാക്ഷി നിർത്താത്തത് കൊണ്ടും ഒരു ദയനീയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. എനിക്ക് പരിചയത്തിലുള്ള ഒരു ഇത്താടെ കഥയാണിത്. കഥ എന്ന് വെച്ചാൽ ഉണ്ടായ കഥയാണ് കേട്ടോ, ഇല്ലാത്തതല്ല. അപ്പോൾ ഈ ഇത്താടെ ഭർത്താവ് മുഖേനയാണ് ഈ കടം കൊടുക്കുന്നത്. ഭർത്താവിൻ്റെ ഒരു റിലേറ്റീവിനാണ് കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ ഈ മക്കളെല്ലാം 3 മക്കളുണ്ടായിരുന്നു. 3 മക്കൾ ചെറിയ മക്കളായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒന്നും പറയാൻ, അവിടുത്തെ ഇത്തയെന്ന് വെച്ചാലും അധികം പ്രായമായിട്ടില്ല. അപ്പോൾ ഈ കൊടുക്കണ നേരത്തെ അപ്പോൾ ഇതൊന്നും ഇത്ത കുറേ പറയണ്ടായി, ഇങ്ങനെ കൊടുക്കല്ലേ, ഇത്രയധികം കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഭർത്താവ് സമ്മതിക്കാനാണ് ഈ കടം കൊടുക്കുന്നത്. കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 ലക്ഷം വേണം അവർ മേടിച്ചത്. ആ 4 ലക്ഷം ഒരുമിച്ച് ഇക്ക കൊടുത്തു. പിന്നെ 2 ലക്ഷം മേടിച്ചപ്പോൾ ഇത്താടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം നോക്കിയിട്ട് അങ്ങനെ ഇത്ത പറഞ്ഞ അങ്ങനെ കൊടുക്കാമെന്നാണ്. ഇത്തയും അപ്പോഴും ഈ മക്കളൊക്കെ ചെറുതാണ്, അങ്ങനെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ കുട്ടികൾ. അപ്പോൾ ആരും സാക്ഷി നിൽക്കാതെ ചെറിയ മക്കളായ കാരണം അവർക്ക് അങ്ങനെയുള്ള സാക്ഷികൾ ഒന്നും പറയാറായിട്ടില്ല. അങ്ങനെ ഈ 6 ലക്ഷം ഈ റിലേറ്റീവിന് അപ്പുറത്തെ ഇത്താടെ ഭർത്താവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കുറേ നാളുകളായി. അപ്പോൾ ബിസിനസ്സിൻ്റെ ലാഭം കൊടുക്കാമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിസിനസ്സിൻ്റെ ലാഭം എന്നുള്ള നിലയ്ക്ക് ഇവർ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ പൈസ കൊടുക്കുമായിരുന്നു. അധികമൊന്നുമല്ല, കുറേശ്ശെ പൈസ. അപ്പോൾ ഇവർ അത് എഴുതി വെച്ചൊന്നുമില്ല, ബിസിനസ്സിൻ്റെ ലാഭമല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും എഴുതി വെച്ചില്ല. പക്ഷേ അവരിത് കർശനമായിട്ടും നല്ല ഉറപ്പോടുകൂടിയും എഴുതി വെച്ചിരുന്നു. പൈസ കൊടുത്തത് അവരെന്ത് ചെയ്തു, അവരൊക്കെ മുതലിലേക്കാണ് ആക്കിയത്. മുതലേക്ക് അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോഴും അവർക്ക് മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല. കുറച്ചേശ്ശെ പൈസ ഇങ്ങനെ കൊടുത്തു എന്നല്ലാണ്ട് മുഴുവൻ പൈസ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് അതൊക്കെ ബിസിനസ്സിൽ നഷ്ടം വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർ പലതവണ പൈസ ചോദിക്കാൻ ചെന്നപ്പോഴൊക്കെ അവരോട് മോശമായ രീതിയിലാണ് അവർ പെരുമാറിയിരുന്നത്. പിന്നെ അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടായി. പണ്ട് വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. ഇവർക്ക് എപ്പോഴും പെരുന്നാളായാലൊക്കെ എപ്പോഴും വരവും പോക്കും ഏറ്റവും അധികം കൂട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കടം കൊടുത്ത കാരണം കൊണ്ട്, പൈസ കൊടുക്കാത്ത ഒരു കാരണം മുഖേന അവർ തമ്മിലുള്ള ബന്ധം വഷളായി. പിന്നെ അവർ ബദ്ധശത്രുക്കളെ പോലെയായി. ഇവരുടെ അടുത്ത് പൈസ ചോദിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവരോടടുത്ത് വെറുതെ ചോദിക്കാൻ ചെല്ലണ പോലത്തെ പെരുമാറ്റം, വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. പിന്നെ എന്നാൽ ഇവർ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ചോദിക്കാണ്ടായി. പിന്നെ ആരെ കൊണ്ട് ചോദിക്കാനാണ്. പിന്നെ അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് പടച്ചോന് വിട്ടുകൊടുത്തു, പടച്ച റബ്ബിനെ വിട്ടുകൊടുത്തു. അള്ളാഹു തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള ധാരണയിൽ ഇവർക്ക് ഒരു ഇത്തിരി ദീനിബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് റബ്ബിനോട് പടച്ചോൻ തന്നെ അതിനൊരു വഴി കാണിക്കും എന്നുള്ള നിലയ്ക്ക് അവർ നിന്നു. ഇപ്പോഴും 1-2 ലക്ഷം ഇവർക്ക് പിന്നെയും കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇവർ പിന്നെ പടച്ചോനെ പേടിച്ചും കൊണ്ട് ഇവർ വരുമ്പോൾ ഇവരൊക്കെ വല്ല കല്യാണത്തിനോ വല്ല റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ
വർത്താനം പറയും, സംസാരിക്കും. അപ്പോഴും അവർക്കാണ് ഒരു തിരുക്കാനം പോലെ ഇവരോടുണ്ടായിരുന്നത്. പക്ഷേ ഇവരങ്ങോട്ട് ഒന്നും കാണിച്ചു തരുന്നില്ല. ഇവർ നല്ലോണം ഉണ്ടെങ്കിലും പിന്നെ അങ്ങനെയായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വക പ്രശ്നങ്ങളും ഇല്ലാണ്ട് നിൽക്കണം. ഇപ്പോൾ ആ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ വലിയ വീട് വയ്ക്കുന്നു, ആ കൊടുത്ത ആൾ വലിയ വീട് വയ്ക്കുന്നു. അത് ഈ പൈസ കൊടുത്ത കാര്യം അവർക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ആർക്കും നിങ്ങൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ എഴുതി വെക്കണം, സാക്ഷി നിർത്തുകയും വേണം. അപ്പോൾ നമുക്ക് പറയാനൊരു സാക്ഷിയുണ്ട്. ഇവർക്ക് പൈസ കൊടുത്തപ്പോൾ ഇവർ ബാങ്ക് വഴി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊട്ടും സമ്മതിച്ചിരുന്നില്ല. ശരിക്കും ഒരു ചതിക്കുഴിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് മുഖേന പോകണ്ട, കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും എഴുതി വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയാണെങ്കിൽ നല്ലോണം എഴുതി വെക്കണം, സാക്ഷി നിർത്തുകയും വേണം. ഞാൻ പറഞ്ഞ മാതിരി ആണാണെങ്കിൽ ഒരാൾ, പെണ്ണാണെങ്കിൽ 2 ആൾ. അങ്ങനെ അള്ളാഹു പറഞ്ഞ മാതിരി സാക്ഷി നിർത്തുകയും എഴുതി വയ്ക്കുകയും ചെയ്താൽ നമ്മളെ പൈസ പോവാണ്ട് കിട്ടും. ഇപ്പോൾ അവർക്കൊരു വീടില്ലാണ്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമം കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഇൻഷാ അല്ലാഹ് ആരും കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.